ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അച്ചാറാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. നമ്മളെല്ലാവരും വീട്ടിലെപ്പോഴും മേടിച്ച് കഴിക്കുന്ന ഒന്നാണ് തണ്ണീർമത്തൻ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ പിക്കിൾ പൗഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കണം. ഞാനിതാ ഇവിടെ ഒരു 1/2 കിലോ തണ്ണീർമത്തൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് ഇതിൻ്റെ കാമ്പ് മുഴുവൻ മാറ്റി വെക്കാണ്. അപ്പോൾ അതേ കാമ്പ് മുഴുവൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ തൊണ്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അച്ചാറിടാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന് മുന്നേ ഇതിൻ്റെ കുറച്ചുകൂടെ ആ ചുവന്ന ഭാഗം അടിവശത്തുണ്ട്. അതും കൂടെ നമ്മൾ നന്നായിട്ട് റിമൂവ് ചെയ്യണം. അപ്പോൾ അതെല്ലാം മാറ്റി ഞാനൊരു ബൗളിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ്. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ജ്യൂസ് ഉണ്ടാക്കാനും സ്മൂത്തി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ ആ തൊണ്ടിൻ്റെ പുറത്തുള്ള തൊലി ചെത്തി കളയണം. നമ്മൾ മത്തൻ്റെയും കുമ്പളൻ്റെ എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ആ തൊണ്ടിൻ്റെ തൊലി മാത്രം ചെത്തിക്കളയുക. വളരെ കുറച്ചേ ഇതുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ 1 കിലോത്തിന് വലിയൊരു തണ്ണിമത്തനെല്ലാം എടുത്താൽ ഒരുപാട് കിട്ടും അച്ചാറിടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതെല്ലാം കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. 1 ഇഞ്ച് നീളത്തിൽ കനം കുറച്ചിങ്ങനെ അരിയണം. ഇങ്ങനെ വേണം അരിയാൻ. നിങ്ങൾക്ക് ഇതിലും കനം കുറച്ച് അരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാണ്ട് നമ്മൾ മാങ്ങ മുറിക്കുന്ന പോലെ അങ്ങനെയും മുറിച്ച് വെക്കാം. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ചേരുവകൾ തയ്യാറാക്കണം. ഇനി ഞാനൊരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 1.5 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇതും ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. തിക്നെസ് എല്ലാം നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. നമ്മളിത് എണ്ണയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി എരിവിന് ആവശ്യത്തിന് വേണ്ടി മാത്രം 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അരിഞ്ഞു വെക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. വളരെ കുറച്ച് മതി. അതിനുശേഷം നമ്മൾ ഈ തണ്ണിമത്തൻ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. നിങ്ങൾക്ക് എണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അത് വെന്ത് വരുന്തോറും ഇതുപോലെ വെള്ളം ഇറങ്ങി വരും. തണ്ണിമത്തനായതുകൊണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് വെള്ളം ഉണ്ടാവും. ഇനി ഈ വെള്ളം വറ്റി കിട്ടണം നമുക്ക്. അപ്പോൾ അതുവരെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്യാം. ഇത് വെള്ളം വറ്റി വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്, കുക്കായി വന്നിട്ടുണ്ട്. ഇത് വെന്തുടഞ്ഞു പോകുന്നില്ല, നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കും. നമുക്കിതിൻ്റെ വെള്ളമാണ് വറ്റി പോകേണ്ടത്. വെള്ളം ഇരുന്നാൽ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോവും. അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് കടുകും ഉലുവയും ചേർത്തതിന് ശേഷം പൊട്ടി വന്നാൽ നമ്മൾ കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വാടി വന്നാൽ മതി. അതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അച്ചാർ പൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉലുവ കടുക് പൊടിച്ചതും കൂടെ ചേർത്ത് അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് വിനെഗർ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. നമുക്ക് അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള തണ്ണിമത്തൻ്റെ തോട് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എത്ര തിക്നെസ് ആണോ ആവശ്യം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്
ഇത് വറ്റിച്ചെടുക്കുക അല്ലെങ്കിൽ നീട്ടുക ചെയ്യാം. ഇതേ തണുത്തതിന് ശേഷം ഞാൻ അച്ചാർ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഒരു വെറൈറ്റി ഒക്കെ വേണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും കാണാം. ബൈ.